എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി രാവിലേക്ക് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇതിന് നമുക്ക് കറിയുടെ പോലും ആവശ്യമില്ല, വെറുതെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈസി ആയിട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ 1 കപ്പ് അളവിൽ വറുത്ത റവയാണ് കേട്ടോ. 250 ml ഈ ഒരു കപ്പിൽ 1 കപ്പ് അളവിൽ വറുത്ത റവ നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ അധികം പുളിയില്ലാത്ത തൈരാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 1/2 കപ്പ് അതായത് 125 ml തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമ്മൾ റവ അളന്നിട്ടെടുത്ത ആ ഒരു സെയിം കപ്പിൽ തന്നെ 1 കപ്പ് അളവിൽ വെള്ളമാണ് കേട്ടോ. 1 കപ്പ് അളവിൽ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് അരച്ചിട്ടെടുക്കുക. ഇതുപോലെ നല്ല ഫൈനായിട്ട് നമ്മളൊന്ന് അരച്ചെടുത്തതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് ഇത് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതുപോലൊരു പാനിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ്. നെയ്യൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു 2.5 ടീസ്പൂൺ അളവിൽ ഉഴുന്ന് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. സ്പ്ലിറ്റഡ് ഉഴുന്നാണ് കേട്ടോ. ഉഴുന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി അത്യാവശ്യം അതിൻ്റെ കളറൊന്ന് മാറി വരുന്ന സമയത്ത് ഇതൊരു 3 പച്ചമുളകാണ്. 3 പച്ചമുളക് ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ടെടുക്കാം. അതുപോലെ തന്നെ ചെറിയൊരു സവാള ഇതുപോലെ ചെറിയതാക്കി കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉപ്പിപ്പോൾ ഇതിലേക്ക് ഒരുപാട് നമ്മൾ സാധാരണ ചേർത്ത് കൊടുക്കുന്ന പോലെ ചേർത്ത് കൊടുക്കരുത്. ഒരു നുള്ളുപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ആ ഒരു സവാള നമുക്കൊന്ന് വാടി കിട്ടണം കേട്ടോ. ഒരുപാടങ്ങ് വഴണ്ടു പോകണ്ട. അത്യാവശ്യം നമുക്ക് ആ ഒരു സവാള ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി ഇത് കണ്ടില്ലേ, സവാള അത്യാവശ്യം നമുക്കൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ചൂട് അത്യാവശ്യം ഒന്ന് കുറഞ്ഞു വന്നതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ചെടുത്ത് വെച്ചിരിക്കുന്നതിലേക്ക് ഇത് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതൊരു മീഡിയം വലിപ്പമുള്ള, ഒരുപാട് വലുതല്ലാട്ടോ, ഒരു മീഡിയം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് ഇതുപോലെ നമ്മളൊന്ന് പുഴുങ്ങിയെടുത്തിരിക്കുന്നതാണ്. ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തതിന് ശേഷം ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതെ ഇതുപോലെ നമ്മളൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുകയോ അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് എടുക്കുകയോ ചെയ്യുക. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ ഒരു ക്യാരറ്റ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയില ചെറിയതാക്കി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 2 നുള്ളു ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ ഒരിക്കലും കൂടി പോകരുത്. ഒരു 2 നുള്ളു മാത്രം നമ്മൾ കൈ കൊണ്ട് എടുത്തൊന്ന് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നന്നായിട്ട് ഇതുപോലെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട കേട്ടോ. അപ്പം തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഒരു 2 ടേബിൾ സ്പൂൺ കൂടി മാത്രം വെള്ളം ഇതിലേക്ക് ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു അപ്പച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു അപ്പച്ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഏകദേശം 1 തവിയോളം മാവ് ഒഴിച്ചു കൊടുക്കാം. 1 തവിയിൽ കൂടുതൽ മാവ് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ, കാരണം ഉള്ളൊക്കെ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ ഏകദേശം 1 തവി മാവ് ഇതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമ്മളിത് അടച്ച് വെച്ച് കൊടുത്തിട്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കണം. നന്നായി കുറച്ച് വെച്ച് കൊടുത്ത് ഉള്ളൊക്കെ നല്ല പോലെ തന്നെ വേകുന്ന അത്രയും സമയം കൊടുത്ത് തന്നെ വേണം നമ്മളിത് ചുട്ടിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. തീ നമ്മൾ കൂട്ടിയിട്ട് കൊടുത്തിട്ട് കുക്ക് ചെയ്തിട്ട് എടുത്താൽ പുറമേ പെട്ടെന്ന് അതങ്ങ് മൊരിഞ്ഞു വരും, പക്ഷെ ഉള്ളിൽ നമുക്ക് വെന്ത് കിട്ടത്തില്ല. അപ്പോൾ തീ നന്നായി കുറച്ച് വെച്ച് കൊടുത്ത് ഉള്ളിൽ നമ്മൾ നന്നായിട്ട് വേകാനുള്ള ഒരു സമയം കൊടുത്തിട്ട് തന്നെ വേണം ഇത് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് കുക്കായി വരുമ്പോഴത്തേക്കും ഇതുപോലെ കുറച്ച് നെയ്യ് അതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. വീണ്ടും അടച്ച് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു സ്റ്റിക്കോ വല്ല വെച്ച് നമ്മളൊന്ന് കുത്തി നോക്കുക. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. നമുക്കിതങ്ങ് എടുത്ത് മാറ്റിയേക്കാം. കറക്റ്റ് നമ്മൾ 1 തവി മാവ് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് മാവ് ഒഴിച്ചു കൊടുത്താൽ വെന്ത് കിട്ടാൻ പ്രയാസമായിരിക്കും. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ നമ്മളൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇതുണ്ടല്ലേ, എല്ലാം തന്നെ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്കിത് കറിയൊന്നും ഇല്ലാതെ വെറുതെ കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇവിടെ വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയ നല്ലൊരു ചട്നിയുടെ റെസിപ്പി കാണിക്കുന്നുണ്ട്. അതിനായിട്ട് നമുക്ക് ഇതുപോലൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഓയിലൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് 1 ടീസ്പൂൺ അളവിൽ കടലപ്പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്.
അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഉഴുന്നും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമ്മളിതൊന്ന് ഇളക്കിയിട്ടെടുക്കുക. അതിൻ്റെ കളർ അത്യാവശ്യം ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതൊരു 8-9 ഡ്രൈഡ് കാശ്മീരി ചില്ലിയാണ്. അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ഇതുപോലെ നമ്മൾ മുളകിട്ട് കൊടുത്തതിന് ശേഷം നന്നായി കുറച്ച് വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 6-7 ചെറിയല്ലി വെളുത്തുള്ളിയും ചെറിയൊരു 2 കഷ്ണം ഇഞ്ചിയാണ്. ഒരു തണ്ട് കറിവേപ്പിലയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമ്മളിതൊന്ന് ഇളക്കിയിട്ടെടുക്കുക. സവാള അത്യാവശ്യം ഒന്ന് വാടി വരുന്ന സമയത്ത് ഒരു മീഡിയം വലിപ്പമുള്ള നല്ല പഴുത്ത തക്കാളി തന്നെ ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി തീ നന്നായി കുറച്ച് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു തക്കാളിയൊക്കെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ മുഴുവനായിട്ടുള്ള മല്ലിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് സമയം നമ്മൾ ഇതുപോലെ അടച്ചു വെച്ച് കൊടുത്ത് തക്കാളി നമുക്ക് നന്നായിട്ടൊന്ന് അവിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുത്ത് സവാളയും തക്കാളിയും ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ തീരെ ചെറിയൊരു കഷ്ണം വാളംപുളിയാണ് കേട്ടോ. ആ ഒരു തക്കാളിയുടെ ഒരു പുളി അനുസരിച്ച് വേണം നമ്മൾ ഇതിലേക്ക് വാളംപുളി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇവിടെ തീരെ ചെറിയൊരു കഷ്ണം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ തീരെ ചെറിയൊരു കഷ്ണം ശർക്കരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇതുപോലെ ഇളക്കി എടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ചൂട് അത്യാവശ്യം നന്നായി കുറഞ്ഞു വന്നതിന് ശേഷം മാത്രം ഇതുപോലെ നമ്മൾ മിക്സിയുടെ ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുക, കാരണം നമ്മൾ സവാളയൊക്കെ വഴറ്റിയ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊട്ടും തന്നെ വെള്ളമൊന്നും ഇല്ലാതെ നമുക്ക് ഇതുപോലെ നരച്ചിട്ടെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം നമ്മളിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണയൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും കുറച്ച് ചെറിയ ഉള്ളി ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് മൂപ്പിച്ചിട്ടെടുക്കുക. അതിനുശേഷം ഒരു 2-3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഒരു ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഒരു റവ കൊണ്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റും ഈ ഒരു ചട്നീൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.